എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് കാന്താര 2. സിനിമയുടെ ഒഫീഷ്യൽ ട്രailer എത്തിയിട്ടുണ്ട്. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി കേട്ടോ. അടുത്ത 1000 കോടിക്കുള്ള മുതലാണ്. സംഭവം അടിക്കോ ഇല്ല എന്നുള്ളതൊക്കെ കാണാം. എന്തായാലും ഒഫീഷ്യൽ ട്രailer കാണാം. ഋഷഭ് ഷെട്ടി നായകനാവുന്ന സിനിമയാണ്. ആള് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമേന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. സിനിമ തുടങ്ങിയത് മുതൽ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ച പല അനർത്ഥങ്ങളും ഉണ്ട്. എന്താണെങ്കിലും 1:10 നല്ല സമയമാണോ? സമയം കുഴപ്പമൊന്നുമില്ല. ഇത് കാണുന്ന ആൾക്കാരുടെ സമയം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതായത് പല സംഭവങ്ങളും ഉണ്ടായുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കാണാൻ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യാൻ ചെറിയൊരു ഭയമുണ്ട്. ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നീ അങ്ങനെ ഇത് എത്ര ആൾക്കാർ കാണും? പിന്നെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടത്. അല്ല, ഇങ്ങനെ പേടിയുള്ളവർക്കായിരിക്കും ഇത് സംഭവിക്കും കൂടുതലും. ഇത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമെന്ന് പേടിയുള്ള ആൾക്കാരല്ലേ. നമ്മളിത് മെയിൻ കണ്ടന്റ് ആക്കുന്നുള്ളൂ, അല്ലാതൊന്നുമില്ല. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ചെയ്യണോ? എന്താണെങ്കിലും ട്രെയിലർ ഒന്ന് കാണാം. അവർക്ക് മനസ്സിലായി പേടിയില്ല. വന്നത് 45 വന്നിട്ട് ഇപ്പതാ 10 1:10. ഇതുവരെ നിങ്ങൾ എന്താ ചെയ്യാതിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയം കൊണ്ടല്ലേടാ. പേടിയുണ്ടോ എന്ന് നോക്കാൻ നിൽക്കുമായിരുന്നു. എന്താണെങ്കിലും സാധനം വന്നിട്ടുണ്ട് കേട്ടോ. കാണാം. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് സെറ്റ് ആക്കിക്കോളൂ. அப்பா இந்த இடத்துல எதுக்காக மாயமானாரு? இதுதான் நம்ம மூலஸ்தானம். நம்ம முன்னோர்கள் வாழ்ந்தது இங்கதான். அது ஒரு பெரிய புராண கதை. என்ன புராண கதை? காரணிக்கா கல்லா இருக்குமோ. எப்பெல்லாம் மனுஷன் அதர்மத்தின் வழி நடக்கிறானோ அப்பெல்லாம் தர்மத்தை காப்பாத்த ஈஸ்வர கடவுள் கணங்கள் அனுப்பிக்கிட்டே இருப்பாரு. இறைவா, அந்த எல்லா கணங்களும் வந்து நிலைச்சது இந்த புனித பூமியில தான். வர கொஞ்சம் தாமதம் ஆயிடுச்சு இல்ல? எந்த காரணம் கொண்டும் போகக்கூடாது. என்ன சிக்கிற அந்த பிரம்ம ராட்சசன் இருக்கா? இந்த புண்ணாக்குங்க காட்டுல ஒரு மண்ணும் இல்ல, எல்லாம் வெறும் கதை. இனிமே இங்க விளையாட்டுல 3ல் 1 பங்கு எல்லையில வைக்க தேவையில்லை. காந்தார ஆளுங்க நம்ம துறைமுகத்துல வியாபாரம் பண்றாங்க. பாங்கராவுக்குள்ள உங்களை யாரு கூட்டிட்டு வந்தது? எங்களை பார்க்க நீங்க வந்தீங்க, உங்களை பார்க்க நாங்க வரக்கூடாதா? ருக்மணி வசந்த், அதுக்காக தான் நெருங்கி வந்தேன். இதெல்லாம் உங்க ஆளுங்களுக்கு தெரிஞ்சா நீங்க எங்க கூட வர மாதிரி இருக்கும். நம்ம யுவராணியோட இருக்கிறத பார்க்கும்போது உங்க சிம்மாசனத்து மேல ஒரு கண்ணு வச்சிருக்கான்னு தோணுது. குலத்துக்கு ஏற்பட்ட கலங்கத்தை காந்தார ஆளுங்க ரத்தத்தால துடைக்கிறேன். அரசே, தீயணைக்கும் தைரியங்கள் யாருக்குள்ளது? சங்கிலிகள் தீயினால் ரூபம் கொள்ளுது. ஈஸ்வர கடவுள் இங்க வந்தாரா? இங்க வந்தது மட்டும் இல்ல, இங்கதான் நினைச்சிருக்காரு. இப்பவும் இருக்காரா? ഭീകര സാധനം കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒന്നുമല്ല. എന്ത് അതിന്റെ നമ്മളൊന്ന് ഫസ്റ്റിന്റെ ഇത്രയും ആഘോഷിക്കാൻ കാരണം അതിന്റെ ലാസ്റ്റത്തെ ഒരു 20-25 മിനിറ്റ് ആണ്. അതില്ലെങ്കിൽ ഒരു നോർമൽ സിനിമയായിരുന്നു അത്. അതിന്റെയൊക്കെ അപ്പുറത്താണ് ഫുൾ ടൈം. അതായത് ഈ പഴയ കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞു പോകുന്നത്. അത് തന്നെ ഒരു 1.5 സാധനം കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മേക്കിംഗ്.
സംഭവം നല്ല റിസ്ക് എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെ, നല്ല പണി എടുത്തിട്ടുണ്ട്. അതിനാ ഈ ഒരു 2 വർഷം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് ചെയ്തതല്ലേ. അതെ, നല്ല പണി എടുത്തിട്ടുണ്ട്, അത് കാണാനുണ്ട്. എന്തായാലും ഋഷഭ് ഷെട്ടി കഴിഞ്ഞ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ആളുടെ അഭിനയം കാരണം ആള് നാഷണൽ അവാർഡ് വാങ്ങിയതാണ്. ഇപ്പൊ അതേ ക്യാരക്ടറുമായിട്ട് അതിനേക്കാളും കുറച്ചും കൂടി മുന്തിയ ഹൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈശ്വരക്കടവുൾ അടിക്കുവോ അടുത്ത ആൻസർ ഉണ്ട്. കാരണം പെർഫോമൻസ് പിന്നെ നമ്മൾ നോക്കണ്ട, മൂപ്പര് ചെയ്യാനുള്ള തന്നെ പൊളിച്ചടുക്കും. അത് കാന്താരെ തന്നെ ലാസ്റ്റ് എന്തിന് 2.5 മണിക്കൂറിന്റെ സിനിമയിലായി 25 മിനിറ്റ് മതി നമ്മൾ കൊടുത്ത പൈസ മുതലാകാൻ. അത്രയ്ക്കും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ക്യാരക്ടർ പിടിച്ച് പണിയും എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പാണ്. ഇത് ചിലപ്പോൾ നല്ലൊരു മേക്കിങ്ങും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇനി അതല്ല, എനിക്ക് അതിലെ രാജാക്കന്മാരുടെ ഒരു ഇതില്ലേ, ആ സമയത്തുള്ള കോസ്റ്റ്യൂമും പിന്നെ പടയാളികളുടെ ഒരു ലുക്കും ഒക്കെ ഉണ്ടല്ലോ, അതിൽ മാത്രമാണ് ഒരു ഈ നാടകത്തിനൊക്കെ ഉള്ള സെറ്റപ്പ് പോലെ ഫീൽ ചെയ്ത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു കേട്ടോ, ഈ വേറെ ഈ കാലഘട്ടം പറയുന്നതിന് അനുസരിച്ചുള്ളൊരു മാറ്റത്തിന്റെ ആണെന്ന് തോന്നുന്നു. അതല്ലാതെ ചിലപ്പം മേ ബി ആയിരിക്കാം കേട്ടോ. നമ്മൾ മറ്റേ ഇവര് കണ്ണപ്പേലൊക്കെ ചെയ്ത പോലത്തെ സാധനം കൊണ്ടുവന്നെങ്കിൽ അവിടെ നിന്നേ അതിന്റെ ക്വാളിറ്റി പോവും. അതെ, അങ്ങനത്തെ ഒരു സാധനം ആവാണ്ടിരിക്കാൻ അത് കഥ പറയുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. പക്ഷെ മേക്കിങ്ങിൽ അത് ആ ലെവലിലേക്ക് പോകില്ല എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും, കാരണം പക്കാ സംഭവമാണ്. പിന്നെ കളർ ഗ്രേഡിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പഴയ കാലഘട്ടത്തിലെ ഒരു സാധനം കാണുന്ന അതേ ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ പല സിനിമകളുടെയും ചില സാധനങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്വാഭാവികം, കുറെ എലികൾ വരുന്നതും ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ അടുപ്പിച്ച് വെച്ചിട്ടുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ സാധനം ഗംഭീര സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് 2:56 ഉണ്ട്. എന്താണെങ്കിലും വരട്ടെ, തിയേറ്ററിൽ വരട്ടെ. 2-ാം തീയതിയാണ് സിനിമ റിലീസിന് ഒക്ടോബർ 2-ന്. 1-ാം തീയതി ഇഡ്ഡലിക്കട, 2-ാം തീയതി കാന്താരം, 2-ാം തീയതി തിയേറ്ററിൽ കാണാൻ പോണല്ലേ. അയ്യോ, വീണ്ടും പേടിപ്പിക്കാറേ. 3-ാം തീയതി പിന്നെ മറ്റേ ഇത് വരുന്നില്ലേ, ജുറാസിക്. പക്ഷേ ജുറാസിക് അല്ലല്ലോ, അവതാറിന്റെ വേ ഓഫ് വാട്ടർ റീ റിലീസ്. അത് 3-ാം തീയതിയാണ്. എന്തായാലും ഒക്ടോബർ 2-ന് വേറെ പടമൊന്നും വരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു ഇവനെ പറഞ്ഞുകൂടായിരുന്നു. ഞാനതല്ല ആലോചിക്കുന്നത്, ഈ സിനിമക്ക് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. അതാ ഞാൻ പറഞ്ഞത്, വേറെ ഏതെങ്കിലും ഒരു പടം വലിയ മെച്ചമൊന്നും ഇല്ലാലും വേണ്ടില്ലായിരുന്നു, ഞാൻ അതിന് കയറിയാണ്. നീ കാന്താരം പോയിക്കോന്നില്ലേ? നൈസായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. ഞാനെന്തായാലും ഇത് കണ്ടിരിക്കുകയായിരുന്നു എന്താ സംഭവം എന്നുള്ളത്. ഞാനങ്ങനെ അതിലേക്ക് ഇൻവോൾവ് ആയി ഫുള്ളായിട്ട് അതിലേക്ക് ഇറങ്ങി. ഞാനും കൂടുതൽ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എക്സ്പ്രഷൻ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല, വാലി വരച്ചറിയാൻ പറ്റിയിട്ടില്ല ഇതെന്താ സംഭവിക്കാൻ പോണേന്ന്. ഞാൻ ഈ പുതിയ കാലഘട്ടത്തിന്റെ കുറച്ച് സംഭവം കാണിച്ചിട്ടുള്ളൂ. അതായത് ആ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന സാധനം മാത്രം. അത് ആ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയുള്ള സാധനമൊക്കെ കാന്താരം നേരി കാണിക്കുന്ന ടൈറ്റില് അത് ഫസ്റ്റിലുള്ളതാ. അതെ, അതിന്റെ ട്രെയിലറിലും അത് തന്നെയായിരുന്നു. ആ ചുഴി അങ്ങനെ കറങ്ങി, അതായത് തെയ്യം സാധനം കറങ്ങി തെയ്യല്ലത് അവിടെ ഉള്ള ഒരു പ്രത്യേക കലാരൂപമാണ്. അതങ്ങനെ കറങ്ങിയിട്ട് വട്ടം റൗണ്ട് ആവുന്നത്. എന്താണെങ്കിലും കാത്തിരിക്കാം. ഇനി 1-ാം തീയതി. അതെ, 1-ാം തീയതി 2-ാം തീയതി. 2-ാം തീയതി. അപ്പൊ പേടിയോടെ കാത്തിരിക്കും. എനിക്ക് വലിയ പേടിയൊന്നുമില്ല, ഇവൻ പേടി. അപ്പൊ നമ്മൾ മിത്തിൽ വിശ്വസിക്കുന്നില്ല. അല്ല, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സംഭവിക്കും മാത്രം നമ്മൾ വിശ്വസിക്കുള്ളൂ. സംഭവിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.